അവർ രണ്ടുപേരും തമ്മിൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അവർക്ക് ഒത്തു പോകാൻ കഴിഞ്ഞില്ല. സയ്യിദ് റളിയല്ലാഹു അൻഹു സൈനബിനെ വിവാഹമോചനം ചെയ്തു. അവരെ തലാഖ് ചൊല്ലി. അവർക്ക് പരസ്പരം പൊരുത്തപ്പെട്ട് പോകാൻ കഴിയാതെ വന്നപ്പോ, ഒരു വിധത്തിലും പൊരുത്തപ്പെടാൻ കഴിയാതിരുന്നപ്പോ അവര് രണ്ടുപേരും തമ്മിൽ വിവാഹമോചനം നടത്തി. ഇതൊക്കെ പറയുമ്പോഴും ഒരു ഭാര്യയും ഒരു ഭർത്താവും തമ്മിൽ കല്യാണം കഴിഞ്ഞ് ഒരു വിധത്തിലും പൊരുത്തപ്പെട്ടു പോവില്ല. തലാഖിന്റെ വക്കത്തി. അതിനു മുമ്പ് 4 ഘട്ടങ്ങളുണ്ട്. ഞാൻ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. ഖുർആൻ സൂറത്തുൻ നിസാ പിന്നീട് നിങ്ങൾ കേട്ട് പഠിച്ചോളി. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ തലാഖില്ല എന്ന് പറഞ്ഞാൽ അവള് എന്താ കറിയിൽ ഉപ്പ് മുത്തലാഖ്. തലാഖ് ചെല്ലുന്നതിന് മുമ്പ് 6 ഘട്ടമുണ്ട്. തലാഖ് ചെല്ലണമെങ്കിൽ ഇതൊക്കെ പഠിക്കണം. ഖുർആനാണ് സൂറത്തുൻ നിസാ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് പറഞ്ഞാൽ നമ്മുടെ വിഷയം തീരും. പറയണോ? കണ്ടോ എത്ര സ്നേഹം. പറയേണ്ട ഉസ്താദ്, നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആവശ്യമൊന്നുമില്ല, നമ്മൾ തലാഖൊന്നുമില്ല. അള്ളാഹു അങ്ങനെ ആക്കട്ടെ. അപ്പൊ തലാഖ് ചൊല്ലി. ഇനി ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു വിധത്തിൽ യോജിച്ചു പോയില്ലെങ്കിൽ സന്തോഷത്തോടെ പിരിയണം. അങ്ങനെ പിരിയണം. തലാഖ് ചൊല്ലുമ്പോ സന്തോഷത്തോടെ പിരിയണം. അവൾക്ക് വേറെ ഖൈറായ ഭർത്താവിനെ കിട്ടും, നിനക്ക് വേറെ ഖൈറായ ഭാര്യ കിട്ടും. ഖുർആൻ وَإِنْ أَرَدْتُمُ اسْتِبْدَالَ زَوْجٍ مَكَانَ زَوْجٍ وَآتَيْتُمْ إِحْدَاهُنَّ قِنْطَارًا നിങ്ങളുടെ ഭാര്യയുമായി പൊരുത്തപ്പെടാൻ കഴിയില്ലെങ്കിൽ, മറ്റൊരു ഭാര്യ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമെങ്കിൽ മാന്യമായ രീതിയിൽ പരസ്പരം പറഞ്ഞങ്ങ് പിരിഞ്ഞേക്കണേ. അള്ളാന്റെ ഖുർആൻ. ശരി, ഞാൻ എന്റെ വിഷയത്തിലോട്ട് കിടക്കട്ടെ. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹാ, സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. അവർ രണ്ടുപേരും തമ്മിൽ പൊരുത്തപ്പെടാൻ കഴിയാതെ വരുമ്പോ അവർ രണ്ടുപേരും തമ്മിൽ തലാഖ് ചൊല്ലി. ആ തലാഖ് ചൊല്ലി സൈനബ് റളിയല്ലാഹു അൻഹ വിധവയാകുകയാണ്. ഏകയായ പെണ്ണ് ജീവിതത്തിൽ ഒറ്റയാവുകയാണ്. അല്ലാഹുവേ, ഭർത്താവിന്റെ പിന്തുണയില്ല, ഇണയില്ലാതെ സൈനബ് റളിയല്ലാഹു അൻഹ വീട്ടിലെ കണ്ണീരുമായിട്ടിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ജിബ്രീൽ വരികയാണ്. അല്ലാഹുവിന്റെ തിരുദൂതരെ സൈനബ് കണ്ണീരുമായിട്ടിരിക്കുന്നത് കണ്ടോ? ആ സൈനബിനാരും തുണയില്ല. ആ സൈനബ് ഏകയാണ് നബിയേ. ആ സൈനബിനെ വിവാഹം കഴിച്ചോ നബിയേ? അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ ഈ ആലോചന പറയട്ടെ. ഫലമ്മാ ഖളാ സൈദും മിൻഹാ വതറന സൗവദിനാകാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനി കല്യാണ ആലോചനയുടെ കഥ പറയുകയാണ്. ഒന്നാലോചിച്ചു നോക്ക് സഹോദരങ്ങളെ, ഒരു ഭാര്യയും ഭർത്താവും കല്യാണം ആലോചിച്ചപ്പോ ആ കല്യാണം ഖുർആന്റെ പരാമർശമായി. ഖുർആന്റെ കുടുംബം നിങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കുക. സൈനബ് റളിയല്ലാഹു അൻഹയെ കല്യാണം ആലോചിക്കുന്നവരാരാണ്? ഇവരുടെ ഇടയിലുള്ള ഇടനിലക്കാരനാണ്. നമ്മൾ സാധാരണ ഒരു വിവാഹം നടക്കുമ്പോ ഇടയ്ക്കൊരു ബ്രോക്കർ ഉണ്ടാകുമല്ലോ. സൈനബിനെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും വിവാഹം ആലോചിച്ച ഇടനിലക്കാരനാരാ? ആ ഇടനിലക്കാരൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തല്ലയോ? ഓ നബിയേ, സൈനബിനെ വിവാഹം കഴിച്ചോ നബിയേ? ജിബ്രീലിനെ പറഞ്ഞു വിട്ടു. അവരുടെ കല്യാണത്തിനുള്ള കുറിമാനം ആരെന്നറിയുമോ? നമ്മുടെ കല്യാണത്തിന് നമ്മൾ കാർഡറിക്കാറുണ്ട്. ഇവരുടെയും സൈനബിന്റെയും അല്ലാഹുവിന്റെ റസൂലിന്റെയും വിവാഹത്തിന്റെ ഇടയിൽ കാർഡുകളില്ല, ലിഖിതങ്ങളില്ല. ആ സന്തോഷ വാർത്ത പറയാമെന്നതാരെന്നറിയുമോ? അമീനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. നബിയോട് പറഞ്ഞു, നബിയെ കല്യാണം കഴിച്ചു കൊള്ളുക. ആരെയാണ്? സൈനബിനെയാണ്. പെങ്ങളെ സൈനബ് റളിയല്ലാഹു അൻഹ കരഞ്ഞ് നിലവിളിച്ചിരിക്കുമ്പോ ഒരു സ്ത്രീയോടി വന്നിട്ട് പറയുന്നു, സൈനബേ സന്തോഷിച്ചു കൊള്ളുക, അല്ലാഹുവിന്റെ റസൂൽ നിന്നെ വിവാഹം കഴിക്കാൻ പോകുന്നു. സൈനബ് റളിയല്ലാഹു അൻഹ കണ്ണുനീര് തുടച്ചു. ഇതിനേക്കാൾ വലിയൊരു സന്തോഷമുണ്ടോ? ഇതിനേക്കാൾ വലിയൊരു സൗഭാഗ്യമുണ്ടോ? ആരാണ് തന്റെ ജീവിതത്തിലോട്ട് കടന്നു വരാൻ പോകുന്നത്? ആങ്കോം തെരി ബാബേ ഹറം ഖുശ്ബൂ തെരി ബാബേ ഹറം.
ഹറം. ഇരു ഹറമുകളുടെ സുഗന്ധമാണ് വരുന്നത്, മദീനയുടെ വസന്തമാണ് വരുന്നത്, മക്കയുടെ പൂനിലാവാണ് വരുന്നത്. സൈനബ് തുള്ളിച്ചാടുകയാണ്. ഇനി ആർക്ക് വേണ്ടിയാണ് വിരിപ്പ് വിരിക്കേണ്ടത്? ആർക്ക് വേണ്ടിയാണ് ഇനി ഭക്ഷണം പാചകം ചെയ്യേണ്ടത്? ഏത് ശരീരത്തോടാണ് ഇനി കെട്ടിപ്പിടിച്ചു പരിരംഭണം ചെയ്ത് കിടന്നുറങ്ങേണ്ടത്? ലോകത്തിന്റെ വെളിച്ചം എന്റെ മനസ്സിന്റെ വെളിച്ചമാകുന്നു. സഹോദരങ്ങളെ, ആ സന്തോഷ വാർത്ത പറഞ്ഞു പോയ ആളുകളോട് ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ കയ്യിൽ കിടന്ന വളയൂരി സൈനബ്, കയ്യിൽ കിടന്ന മോതിരമൂരി സൈനബ്, കഴുത്തിൽ കിടന്ന മാലൂരി സൈനബ് ആ സന്തോഷ വാർത്ത പറഞ്ഞ പെണ്ണിന്റെ കയ്യിലോട്ട് വെച്ചു. ഇനി എനിക്ക് മാല വേണ്ട, ഇനി എനിക്ക് ആഭരണം വേണ്ട, എന്റെ ശരീരത്തിന് അലങ്കാരമായി ലോകത്തിന്റെ അലങ്കാരം വരികയാണല്ലോ. മദീനയിൽ നടക്കുന്ന കല്യാണാലോചന നമ്മുടെ നാട്ടിൽ നടന്ന നശിച്ച കല്യാണാലോചനയല്ല, പൊള്ളാച്ചി ചന്ദിര കാളക്കച്ചവടമല്ല. മദീനത്ത് നടന്ന കല്യാണാലോചന അല്ലാഹുവിന്റെ റസൂലിന്റെ ഖുർആനിലെ ഏറ്റവും വലിയ പരാമർശ വിഷയമായി ലോകാവസാനം വരുന്ന ആളുകളോട് അല്ലാഹു പറഞ്ഞു കല്യാണം ആലോചിക്കുമ്പോ നിക്കാഹ് നടക്കുമ്പോൾ ഇങ്ങനെ നടക്കണേ. സൈനബ് റളിയല്ലാഹു അൻഹ കടന്നു വന്നു. സൈനബ് റളിയല്ലാഹു അൻഹ കടന്നു വന്നു. ആയിഷ ബീവിയോട് സൈനബ് റളിയല്ലാഹു അൻഹ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ മറ്റു ഭാര്യമാരോട് സൈനബ് റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു അത്രേ, സഹോദരങ്ങളെ ഇന്നലെ നിർത്തിയെടുത്തേട്ട് വരികയാണ് പെങ്ങളെ ഖുർആനിലെ ഭാര്യ. ഞാൻ പറഞ്ഞു ഖുർആനിൽ ആകെ 5 ഭാര്യമാരെയാണ് പറയുക. ഇന്നലെ ഖുർആനിലെ ഭാര്യ എന്ന വിഷയമാണ് പറഞ്ഞത്. വരാത്തവർക്ക് വേണ്ടി 4 ഭാര്യമാരുടെ കഥ നാം പറഞ്ഞു കഴിഞ്ഞു. 5ാമത്തെ ഭാര്യയാണ് ഇനി പറയേണ്ടത്. ഇൻഷാ അല്ലാഹ് സമയം പോലെ പറയാം. വിഷയം വിശാലമാണ്, സമയം പരിമിതമാണ്, ആരോഗ്യം പരിതാപകരമാണ്. അല്ലാഹുവേ ഇതിന്റെ കലാമ് പറയാൻ ഈ നാവിനെ നീ ശക്തി തരണമേ തമ്പുരാനെ. നിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സാണിത്, ജിബ്രീലിന്റെ പ്രതിരൂപം ഇറങ്ങുന്ന സദസ്സാണിത്. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മറ്റു ഭാര്യമാരോട് പറയുമാത്രേ, പെങ്ങളെ കൊതിച്ചുകൊള്ളുക. ആയിഷ സൗദ, നിങ്ങൾ കൂടുതൽ കിടന്ന് ഞെളിയണ്ട. നിങ്ങളെ അല്ലാഹുവിന്റെ റസൂലിന് കല്യാണം കഴിച്ചു കൊടുത്തത്, നിക്കാഹിന് വലിയായിട്ടിരുന്നത് നിങ്ങളുടെ ഉപ്പമാരാണ്. പക്ഷേ എന്നെ റസൂലുള്ളാഹിക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് ആകാശത്തിന്റെ അല്ലാഹുവാണ്, എന്റെ വലിയ അല്ലാഹുവാണ്. അല്ലാഹുവിന്റെ റസൂലിന് കല്യാണം കഴിച്ചു കൊടുത്തത് അല്ലാഹുവാണ്, അല്ലാഹുവാണ്. നിങ്ങളെയൊക്കെ നിങ്ങളുടെ വാപ്പമാരാണ്. സഹോദരിമാരെ, ഖുർആനിലെ ഭാര്യ നീയൊരു സൈനബാകുമോ? നീയൊരു സൈനബാകുമോ? അല്ലാഹു നേരിട്ട് കല്യാണാലോചന നടത്തി. ആ ആലോചന ഖുർആന്റെ പരാമർശമായി. ആ പരാമർശം ലോക മുസ്ലിമീങ്ങൾക്ക് മാതൃകയായി. ആ മാതൃക ജീവിതത്തിന്റെ വെളിച്ചമായി. ആ വെളിച്ചം കുടുംബത്തിന്റെ കടാവിളക്കായി. ആ കടാവിളക്ക് ഖുർആനിലെ ഭാര്യ, ആ ഭാര്യ സൈനബായി. ആ സൈനബ് അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് ആദ്യമെത്തുന്നവളായി. സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ കല്യാണാലോചനയുടെ പരിസമാപ്തി കേൾക്കണോ? അല്ലാഹു കല്യാണം കഴിച്ചു കൊടുത്ത സൈനബിനെ അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്ന നേരം ഭാര്യമാര് ചുറ്റുവട്ടത്തിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഭർത്താവ് വിട പറയാൻ പോവുകയാണ്. ഏറെ കിടപ്പവൻ കിടവൻ വിട പറയാൻ പോവുകയാണ്. ആ സമയത്ത് ആയിഷ ബീവിയുടെ മടിയിലാണ് റസൂൽ കിടക്കുന്നത്. ചുറ്റുവട്ടത്തിരുന്ന ഭാര്യമാർ ഭർത്താവ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ചോദിച്ചുവത്രേ, അങ്ങ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയാ അങ്ങയുടെ ഭാര്യമാരിൽ നിന്ന് ആരാണ് നബിയെ അങ്ങയുടെ അടുക്കലേക്ക് ആദ്യം വരുന്നത്? എന്തോ ഒരു ചോദ്യമാണ് സഹോദരങ്ങളെ. കൊതിക്കുക, കൊതിക്കുക. മരിക്കാൻ ഭർത്താവ് കിടക്കുകയാണ്. ഭാര്യക്കറിയാനുള്ളത് എന്തെന്നറിയുമോ? ഇവൻ എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടട്ടെ എന്നല്ല. അവിടെ കിടക്കുമ്പോ ഭാര്യയുടെ ചോദ്യം എന്താ? നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യമാരിൽ ആദ്യം നിങ്ങളുടെ അടുക്കലേക്ക് വരുന്നത് എന്താണ്? അല്ലാഹു നമ്മുടെ ഭാര്യമാരെ അങ്ങനെ ആക്കട്ടെ. ഖുർആനിലെ ഭാര്യയാണിത്, ഖുർആനിലെ ഭാര്യയാണിത്. ഖുർആൻ പറഞ്ഞ ഭാര്യയ്ക്ക് ഇങ്ങനെ ചോദിക്കാൻ കഴിയൂ? എന്റെ ഭർത്താവില്ലാത്ത കിടപ്പറ എനിക്ക് വേണ്ട, എന്റെ ഭർത്താവില്ലാത്ത കട്ടിൽ എനിക്ക് വേണ്ട, എന്റെ ഭർത്താവില്ലാത്ത വീടെന്തിന്? എന്റെ കൂടെ എപ്പോഴും എന്നെ വിളിച്ചു പറഞ്ഞ ഞാൻ ഭക്ഷണം വിളമ്പിക്കൊടുത്ത ഭർത്താവില്ലാതെ ഭർത്താവ് മരിച്ചതിന് ശേഷം തിന്നാനിരിക്കുമ്പോൾ എന്തോട് വിരസത, എന്തോ ഒരു ഏകാന്തത. അവനില്ലാത്തത് എനിക്ക് വേണ്ട. എന്റെ ഭർത്താവ് പോയടുത്തേക്ക് എനിക്കും പെട്ടെന്ന് പോകണം. പെങ്ങളെ, ഒരു ഖുർആനിലെ ഭാര്യയുടെ ആഗ്രഹമാണത്. അല്ലാഹുവിന്റെ തിരുദൂതർ ചക്രശ്വാസം വലിക്കുകയാണ്. റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുകയാണ്. നബിയെ, ആരാണ് അങ്ങയുടെ ഭാര്യമാരിൽ നിന്ന് ആദ്യം അങ്ങയുടെ
അടുക്കലേക്ക് മരിച്ചിട്ട് വരിക? അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാര് ചോദിച്ചു. റസൂലുള്ള മറുപടി പറയാ, ചുണ്ടനക്ക്. അള്ളാന്റെ റസൂല് മരണവേദനയിൽ പൊളയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ചെവി കൂർപ്പിച്ചു. ആയിഷ എന്നാണോ പറയുന്നത്? സൗദ റളിയല്ലാഹു അൻഹ ചെവി കൂർപ്പിച്ചു. അള്ളാന്റെ റസൂല് സൗദ എന്നാണോ പറയുക? സൈനബ് കണ്ണ് കൈത് കൂർപ്പിച്ചു. കാരണം അള്ളാഹു തെരഞ്ഞെടുത്തു കൊടുത്ത ഭാര്യയല്ലേ ഞാൻ, സൈനബ് എന്നാണോ എന്റെ ഭർത്താവ് പറയുക? എല്ലാവരും കാതുകൂർപ്പിച്ചിരിക്കുമ്പോ മരണശ്വാസത്തിൽ കിടക്കുന്ന പ്രവാചകൻ പറഞ്ഞു, ഞാൻ മരിച്ചാൽ എന്റെ അടുക്കൽ നിന്ന് ആദ്യം വരുന്ന ഭാര്യ ആരെന്നറിയുമോ? നിങ്ങളിൽ നീണ്ട കൈയുള്ളവളാരോ? നിങ്ങളിൽ നീണ്ട കൈയുള്ളവളാരോ? അവളാണ് എന്റെ അടുക്കലേക്ക് ആദ്യം വരിക. സഹോദരങ്ങളെ, ഒരു കുടുംബ ജീവിതത്തിന്റെ അവസാനമാണിത്. ഭർത്താവ് പറയുന്നത് എന്താ? പേരല്ല, അവളുടെ ഒരു അടയാളമാണ് പറയുന്നത്. നിങ്ങളിൽ ആരുടെ കൈക്കാണോ നീളം കൂടുതൽ, അവളാണ് എന്റെ അടുക്കലേക്ക് ആദ്യം വരിക. എല്ലാവരും നിരാശയിലായി. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി കഴിഞ്ഞപ്പോ ആയിഷ ബീവി അടക്കമുള്ള ഭാര്യമാര് ആരും കാണാതെ അവരുടെ കൈയുടെ നീളം അളന്ന് നോക്കാൻ തുടങ്ങി. ആരുടെ കൈക്കാണ് നീളം കൂടുതൽ, ആരാണ് എന്റെ ഭർത്താവിന്റെ ചാരത്തെ ആദ്യമെടുക്കുന്നത്? സഹോദരങ്ങളെ, റസൂലുള്ള പറഞ്ഞത് കൈയുടെ നീളത്തെ കുറിച്ചല്ല, പ്രവാചകൻ പറഞ്ഞതൊരു തത്വമാണ്. ആരുടെ കൈക്കാണോ നീളം കൂടുതലുള്ളത് എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യമാരിൽ ആരാണോ കൂടുതൽ സദക്ക ചെയ്യുന്നത്? കൈക്ക് നീളമുണ്ടാകുന്നത് കൊടുക്കുമ്പോഴാണ്. കൊടുക്കാത്തപ്പോൾ കൈക്ക് ഭയങ്കര നീളം കുറവാ. മടങ്ങിയല്ലേ കൈയിരിക്കുന്നത്, കൊടുക്കുമ്പോഴല്ലേ കൈ നിവരുന്നത്. കൈക്ക് നീളം കൊടുക്കുന്നത് മറ്റൊരാൾക്ക് കൊടുക്കാൻ നീട്ടുമ്പോഴാണ്. ആരാണോ എന്റെ ഭാര്യമാരിൽ ഏറ്റവും സദക്ക കൊടുക്കുന്നത്, അവളാണ് നാളെ എന്റെ അടുക്കലേക്ക് എത്തുക. മംഗലപുരത്തെ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അങ്ങകലെ പൊയ്കയിൽ നിന്ന്, തോന്നക്കലിൽ നിന്ന്, എവിടെ നിന്നൊക്കെയോ പാവപ്പെട്ടവന്റെ വിഷയം കേൾക്കാനെത്തിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഖുർആനിലെ ഭാര്യ ആരാ? അള്ളാന്റെ റസൂൽ വഫാത്തായിട്ട് അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരിൽ നിന്ന് ആദ്യം മരിച്ചതാരാ? ആയിഷയല്ല, സഫ്സയല്ല, സൗദയല്ല, ബഹുമാനപ്പെട്ട ബീവി സൈനബ് റളിയല്ലാഹു തആല അൻഹ. അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാരിൽ ആദ്യം മരിച്ചത് തന്റെ ഭർത്താവിനോടൊപ്പം ചേർന്നിട്ട് ബഹുമാനപ്പെട്ട ബീവി സൈനബ് റളിയല്ലാഹു അൻഹ. ആകാശത്തിലെ വിവാഹത്തിന്റെ നവവധു, അതാണ് സൈനബിന് ചരിത്രം കൊടുക്കുന്ന പേര്. ആകാശത്തിൽ നിശ്ചയിച്ച വിവാഹത്തിലൂടെ വന്ന സാലിഹത്തായ പെണ്ണ് ബഹുമാനപ്പെട്ട ബീവി സൈനബ് റളിയല്ലാഹു അൻഹ. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഖുർആൻ